നമ്മുടെ സ്വപ്നമാണ്. അതെ അതെ കാശിയിൽ നമുക്കൊരു ഒരു സ്ഥലം ഉണ്ടെന്ന് പറയാൻ ഒരു അഭിമാനമാണ്. അതെ അതെ അതെ. അപ്പൊ അവിടെ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു 2 ദിവസമെങ്കിലും കാശിയിൽ വരണം, കാശിയിൽ വന്നൊന്ന് ഇരിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. കാരണം ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ ഒരു സ്ഥലമാണ് കാശി. അതെ, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് കാശിയിൽ നിന്ന് 2 വർഷം പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരു ലൈഫിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യം. അപ്പൊ ആ തലത്തിലാണ് നമ്മളും ഈ സ്ഥലത്തൊക്കെ കാണണം, ഉപയോഗിക്കണം, സ്ഥിരമായി ക്ലാസ്സുകൾ നടത്തണം. പക്ഷെ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒരുപാട് ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. എല്ലാവരും കൂടി വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഒരു ആശയമുള്ള എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ എനിക്കൊന്ന് 2 മാസം കൊണ്ട് തന്നെ നമുക്കത്. അല്ല, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമാജത്തിന് അങ്ങനെ ഒരു ഉണർവ് ഇപ്പോഴും ആയിട്ടില്ല. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കണം, നമ്മുടെ ധാർമ്മികമായ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒറ്റയ്ക്ക് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കൈമേയ് മറന്ന് അതിന്റെ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമല്ലോ, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അത് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികം. അല്ല, എനിക്കൊന്ന് അതിന്റെ ഒരു ലക്ഷണമായിട്ടാണെന്ന് തോന്നുന്നു ഈ തിരുനാവായ കുംഭമേള നടക്കുന്നതിനൊക്കെ ചെറുതായ രീതിയിൽ ഒരു തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ലോകം ഏറ്റെടുത്തു. വളരെ പെട്ടെന്ന് ഏറ്റെടുത്തു. ഇനിയിപ്പോ നടത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്.